ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ അനിയൻ ഇന്ന് ദുബായിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു തിക്കും തിരക്കൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്ന് പറയണമെങ്കിൽ അച്ഛൻ, അമ്മ, ഞാൻ, ചേട്ടൻ, ധനു, അഞ്ചു, 2 പിള്ളേർ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് പോണ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. നമ്മളൊരു 7:30-ക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്, നല്ല ലൈറ്റ് ഉണ്ട്, നല്ല വൈബൊക്കെയാണ് ശരിക്കും യാത്ര ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ലോങ് ഒന്നും പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വാള് അപ്പോൾ ഒരു ഗുളികൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ പതുക്കെ ചാരിക്കെടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ തീരെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അഞ്ചുമാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. അപ്പോൾ നല്ലൊരു വൈബാണ് നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ അനിയനെ പറ്റി പറയാം. അവൻ്റെ പേര് രാകേഷ് എന്നാണ്. രാകേഷ് PS എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അവനെ. അങ്ങനെ ഞങ്ങളിത് ഈ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി അവനെ കാത്തുള്ള ഒരു നിൽപ്പാണ് കേട്ടോ. ഇത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമുക്ക് സാധാരണ എനിക്ക് കൊണ്ടുവന്നാക്കാൻ പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്കിങ്ങനെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണില്ലേ. ഇപ്പം കാണും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതൊരു സന്തോഷമാണ്. ഇതിനിടയിൽ വല്ല സെലിബ്രിറ്റീസുകളൊക്കെ പോകണമെന്ന് ഞാൻ കുറേ തപ്പി, പക്ഷെ ഒരാളും പോയില്ല കേട്ടോ. അപ്പോൾ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അമ്മേനെ നമ്മൾ പൊതുവെ വീഡിയോസിലൊന്നും അധികം കാണാതെ. അമ്മയുണ്ട്, അച്ഛനുണ്ട്, അഞ്ചുണ്ട്, പിള്ളേരുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അച്ഛനെ കാത്തുള്ളൊരു നിൽപ്പാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9:30-10 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവൻ വരുന്നത് നോക്കിയിട്ട് നമുക്ക് നിൽക്കാം. കിച്ചുട്ടനാണെങ്കിൽ അവിടുത്തെ കമ്പിമേലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ. അവന് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഓടി കളിച്ചിട്ടാണ് പിന്നെ ആളൊന്ന് സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണേ കേട്ടോ. കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ടോ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അഞ്ചു പിന്നെ ഭയങ്കര അക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെ ഹസ്ബൻഡിനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഓരോരുത്തർ വരുമ്പോഴും ഒരു മെറൂൺ കളർ ഷർട്ടാണ് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെറൂൺ കളറും നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ നിൽക്കണേ കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം കാത്ത് കണ്ടുപിടിച്ചു ആളെ. അവിടെ നിന്ന് ഒരു മെറൂൺ കളർ ഷർട്ട് കണ്ടുപിടിച്ചു. ഇതിൽ നമുക്ക് കാണുമ്പോൾ അങ്ങനെ കളറൊന്നും കണ്ടില്ലെങ്കിലും ഭയങ്കര സ്പീഡിലാണ്. നമുക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാമല്ലോ. ഭാര്യനെയും കുട്ടികളെയും അച്ഛനമ്മേനെയൊക്കെ കാണുമ്പോഴത്തെ അവരുടെ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ കുട്ടീനെ അവിടെ നിന്ന് കണ്ടപ്പോൾ അവൻ ഭയങ്കര സ്പീഡിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞ എൻ്റെ അനിയൻ രാകേഷ് കേട്ടോ. അപ്പോൾ പിന്നെ അവർ വന്നപ്പോൾ അച്ഛനും മക്കളും തമ്മിലൊരു സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എനിക്കിത് ഊഹിക്കാം. ചേട്ടൻ പണ്ട് മാനന്തവാടി പോയിരുന്നപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വരുമ്പോഴേക്കും എനിക്ക് എന്തോരം ടെൻഷനായിരുന്നു അറിയോ. അപ്പോൾ പിന്നെ ഇവർ ഈ 5-6 മാസം തമ്മിൽ കൂടി കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതിനിടയിൽ മാമനും മോനും ഇങ്ങനെ പെട്ടിയുടെ മുകളിൽ പോസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ പെട്ടിയ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി വന്നപ്പോൾ എൻ്റെ സീറ്റ് പോയിട്ടോ. അപ്പോൾ എനിക്കിരിക്കാൻ സ്ഥലമില്ലാതെ വളരെ തിങ്ങി ഞെരുങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് കേട്ടോ. സമയം എപ്പോഴേക്കും 12 മണി 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഹോട്ടലുകളൊക്കെ അടച്ചു. അപ്പോൾ നമുക്ക് തട്ടുകടയിൽ നിന്ന് കൊത്തു പൊറോട്ട കഴിച്ചു. നമ്മൾ ആർക്കും അങ്ങനെ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ടൈമല്ല. നമ്മൾ വണ്ടിയൊക്കെ യാത്ര ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ട്, അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും ഉറക്കമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ രാത്രി ആകുമ്പോഴാണ് നമ്മളെല്ലാവരും ഉണ്ടാവുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്കൊന്നും നിന്നില്ല, അപ്പം തന്നെ പെട്ടി പൊട്ടിക്കില്ല തുടങ്ങിയിട്ട്. അപ്പോൾ കുറേ മിഠായി, ബദാം, പിസ്ത. പിന്നെ ഇത് ധനുവിന് കൊടുത്ത കാറാണ് കേട്ടോ. അപ്പോൾ ധനുവിനെ കുറച്ച് ഡ്രസ്സുകൾ കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാത്തിനും ഓരോ പങ്ക് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാകേഷിൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും bye.